ട്രാൻസ്ജെൻഡേഴ്സ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ശ്രീ ആദം ഹാരി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദം, ഈ അമേരിക്കക്കാർ ഇന്ന് ട്രംപ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സുവർണ യുഗത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. കാരണം 90 ലക്ഷം വരുന്ന അവിടുത്തെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഇനി അമേരിക്കയുടെ സർക്കാർ രേഖകളിൽ ഉണ്ടാകില്ല എന്നർത്ഥം. ഒന്നെങ്കിൽ ആൺവർഗം, അതല്ലെങ്കിൽ പെൺവർഗം. ലോകത്തെ വളരെ പുരോഗമന സ്വഭാവമുള്ള സമൂഹങ്ങളിലൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിയെയും അവരുടെ പ്രശ്നങ്ങളെയും അംഗീകരിക്കുകയും അവരുടെ അസ്തിത്വത്തെയും സ്വത്വത്തെയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വളർച്ചയിലെത്തുന്ന ഒരു ഘട്ടത്തിലാണ് ആൺ പെൺ വർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ ഈശ്വരൻ്റെ സൃഷ്ടികളായ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമാകണം എന്നൊരു നിലപാട് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ട്രംപിന്റെ ഈ നയം അല്ലെങ്കിൽ ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡൻസിയിൽ ഈ ഒരു കാര്യം കൊണ്ടുവന്നതിൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല. കാരണം ട്രംപിന്റെ ഫസ്റ്റ് പ്രസിഡൻസി പീരീഡിൽ ട്രാൻസ് വിഭാഗത്തെ ബാധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ 2017 ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആക്ടിൽ ജെൻഡർ അഫോർമേറ്റീവ് കെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ബാത്റൂമുകൾ ഉപയോഗിക്കുന്നതിന്, അതുപോലെ തന്നെ ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് തടയാനായിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ പോവാണ്. പിന്നെ 2025 ഈ ഒരു വർഷത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് 20-ാം തീയതി തിങ്കളാഴ്ച കൊണ്ടുവന്നൊരു എന്താ പറയുന്നത് എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഡിഫെൻഡിങ് വിമൻ ഫ്രം ജെൻഡർ ഐഡിയോളജി ആൻഡ് റിസ്റ്റോറിങ് ബയോളജിക്കൽ ട്രൂത്ത് ടു ദ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ 2 ജെൻഡറുകളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ളത്. അതിലിപ്പോൾ ജെൻഡറിൻ്റെ ഡെഫിനിഷൻ തന്നെ അതിൽ തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ജെൻഡറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബയോളജിക്കൽ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബയോളജിക്കൽ സെക്സ് എടുത്ത് പറയുകയാണെങ്കിൽ പോലും അതുപോലും ബൈനറി അല്ല. സ്ത്രീ പുരുഷൻ എന്നതിനപ്പുറത്തേക്ക് ഇന്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു നുണയാണ്. നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർസെക്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബൈനറിയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ നോക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഡൈവേഴ്സിറ്റിനെ എന്തിനാണ് ഈ ഒരു ഗവൺമെന്റ് ഭയക്കുന്നതെന്ന് അവരുടെ ഐഡന്റിറ്റി അംഗീകരിക്കുന്നില്ല. പിന്നെയല്ലേ അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അതൊന്നും ഇല്ലല്ലോ ഇനി. കാരണം അങ്ങനെ ഒരു സെക്ഷനെ അംഗീകരിക്കുന്നേ ഇല്ല അമേരിക്കൻ ഭരണകൂടം ഇനി മുതൽ. ഇതിപ്പോ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റേസിസത്തിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ, ട്രംപ് ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റേസിസ്റ്റുകളായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ ജെൻഡറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ US സിറ്റിസൺസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളൊക്കെ അപ്പം എവിടെ പോകണം? അവിടെ രാജ്യത്ത് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളായിട്ടുള്ളവർക്ക് അവിടെ ജീവിക്കാനും അല്ലെങ്കിൽ സ്വന്തം സ്വത്വം തുറന്നു പറയാനും അവകാശമില്ല എന്ന് പറയുന്നൊരു ഇത് വളരെ, അതായത് അവരുടെ ഒരു എന്താ റൈറ്റിനെ അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ ആക്ടറായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ലാവൻ കോക്സ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. If we are denied our access to our bodies, our rights and our identity, we are denied our humanity എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്വത്വത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ, നമ്മൾ അർഹിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ജെൻഡറിൻ്റെ പേരിലോ നമ്മുടെ നിറത്തിൻ്റെ പേരിലോ നമ്മുടെ സ്വത്വത്തിൻ്റെ പേരിലോ ഒന്നും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PJ വിൻസെന്റ്, ഒരു കമന്റ് ഒന്ന് പറയാനായിട്ട് ട്രാൻസ്ജെൻഡർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ട്രാൻസ്ജെൻഡറിന് മിലിറ്ററിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ പ്രതിയോഗികളായിട്ട് വരാൻ സാധ്യതയുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഏത് രാജ്യത്താണ് ട്രാൻസ്ജെൻഡർ മിലിറ്ററിയിലുള്ളത്? ഇന്ത്യയിലുണ്ടോ? ചൈനയിലുണ്ടോ? റഷ്യയിലുണ്ടോ? സൗദി അറേബ്യ, മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ? എവിടെയാണ് ട്രാൻസ്ജെൻഡറിന് മിലിറ്ററിയിൽ അംഗീകരിച്ചിട്ടുള്ളത്? അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സിന്റെ ആൾക്കാരാണ്. അപ്പോൾ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മിലിറ്ററികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ ചെറിയ രാജ്യങ്ങളുടെ മിലിറ്ററികളല്ല പറഞ്ഞത്, ഇത് അലോ ചെയ്യുന്ന രാജ്യങ്ങളല്ല. അപ്പോൾ അമേരിക്കയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാജ്യത്തിന്റെയും മിലിറ്ററിയിൽ ട്രാൻസ്ജെൻഡർ ഇല്ല. പ്രാക്ടിക്കലായിട്ട് നിയമപരമായിട്ട് ഒരു രീതിയിലും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇരിക്കുന്ന ശരി, ശ്രീ വിൻസെന്റ് സീവിയർ, ഐ തിങ്ക് യു ഹാവ് മേഡ് യുവർ പോയിന്റ് ക്ലിയർ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക്